ഹായ്, നമസ്കാരം. മഴക്കാലമാണ്. മഴക്കാല രോഗങ്ങൾ പതിവാണ്. എന്തുകൊണ്ട് ഈ മഴക്കാല രോഗങ്ങൾ വരുന്നു? അല്ലെങ്കിൽ മഴക്കാലത്ത് എന്തുകൊണ്ട് മനുഷ്യൻ കൂടുതൽ രോഗാതുരനാകുന്നു എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമാണ്. ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ നമുക്കെല്ലാവർക്കും അറിയാം, നട്ടലുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന സസ്തനി വിഭാഗം ജീവികളിൽ പ്രമുഖ സ്ഥാനത്തുള്ള മനുഷ്യൻ അവൻ്റെ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ അവൻ്റെ ഭൗമ ജീവിതത്തിലെ എക്കോളജിക്കൽ എൻവയോൺമെൻറ്റിന് സ്ഥായിയായ ഊഷ്മാവിൽ നിന്നൊരു വ്യതിയാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ആരോഗ്യകരമായ ജീവിതത്തിന് അപക്ഷയമുണ്ടാകും. ഈ സമയം മൈക്രോബിയൽ മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ പ്രജനനത്തിന് അനുകൂലമായ ഒരു ജീവിത സാഹചര്യവുമാകും. അപ്പോൾ അണുപ്രബലമാകും. ഹോസ്റ്റ് ബീയിങ് ആയിട്ടുള്ള മനുഷ്യൻ അബലനുമാകും. ഈ അബലതയും പ്രബലതയുമാണ് ഈ മഴക്കാല രോഗങ്ങളുടെ വരവിന് പിന്നിലെ മുഖ്യ ഹേതു. മഴക്കാലത്ത് വൈറൽ രോഗങ്ങളെക്കാൾ കൂടുതൽ മറ്റ് ബാക്ടീരിയൽ രോഗങ്ങളും ഫംഗൽ രോഗങ്ങളും ഒക്കെയാണ് പ്രമുഖ സ്ഥാനത്തുള്ളത്. പിന്നെ ഈ ഫ്ലക്ച്വേഷൻ ടെമ്പറേച്ചർ പ്രബലമായ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. ഈ ഫ്ലക്ച്വേഷൻ ടെമ്പറേച്ചർ ഉള്ള കാലാവസ്ഥയിൽ വൈറൽ രോഗങ്ങളും പ്രമുഖ സ്ഥാനത്ത് വരും. എന്തായാലും വൈറൽ രോഗങ്ങൾക്ക് അനുബന്ധമായി ബാക്ടീരിയൽ രോഗങ്ങളും ഫംഗൽ രോഗങ്ങളും വരും എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ ഈ അണു അധിഷ്ഠിതമായ